Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്റ്റേണൽ സോഴ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത് അല്ലെ. പേജ് നമ്പർ 20. ഓക്കെ, പേജ് നമ്പർ 20 കേട്ടോ. മിനിറ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് 1 മിനിറ്റ്. ഓക്കെ, അതില് ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു അല്ലെ. ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലെ. എക്സ്റ്റേണൽ സോഴ്സിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞോ. ഓക്കെ, തേർഡ് പാർട്ടി മെത്തേഡ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് ഇത് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ് ഉണ്ടാവും. നിങ്ങളുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മേ ബി ജോലി അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസിൽ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. അവര് നിങ്ങളുടെ ചെറിയ എമൗണ്ട് ഫീ ആയിട്ട് ചാർജ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് ജോലി ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസിൽ? ചെയ്തിട്ടില്ല അല്ലെ. ഓക്കെ, അതൊരു മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് കേട്ടോ. Third party method which are most common are as follows. Third party methods most common ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി. They are used extensively and charge very little fee from an applicant. അപ്പൊ ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്. ആപ്ലിക്കൻസിന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് ഫീ ആയിട്ട് അവർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. എന്നിട്ട് അവർ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. They focus on specific occasion such as ഓരോ ഏജൻസീസും ചില ഒക്കേഷൻ അല്ലെങ്കിൽ ചില ജോബുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ജനറൽ ഓഫീസ് ഹെൽപ്പ്, സെയിൽസ്മാൻ, ടെക്നിക്കൽ വർക്കേഴ്സ്, അക്കൗണ്ടന്റ്, കമ്പ്യൂട്ടർ സ്റ്റാഫ്, എഞ്ചിനീയേഴ്സ്, എക്സിക്യൂട്ടീവ്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഭാഗങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിലേക്കായിരിക്കും അവർ കൂടുതലായിട്ട് ആ ഒരു ഓക്യുപ്പേഷൻ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. These private agency work as a middleman between employees and employers. എംപ്ലോയീസും തമ്മിൽ ഒരു മിഡിൽ മാൻ ആയിട്ടാണ് ഈ പ്രൈവറ്റ് ഏജൻസീസ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഒരു മിഡിൽ മാൻ ആയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ എംപ്ലോയീസിനോട് ഇങ്ങനത്തെ ജോബ് വേക്കൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. എനിക്ക് ഓർമ്മയുണ്ട്, സി വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ഒന്നുകൂടി പറയുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി കിട്ടും അല്ലെ. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോന്നൊക്കെ ഞാൻ ചോദിച്ചത് ഓർമ്മയില്ലേ. അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വഴി നമുക്ക് ജോബുകൾ, അത് ലേബർ മാർക്കറ്റും ആ പേ റേറ്റ്സിനെ കുറിച്ചിട്ടും വർക്കേഴ്സിനെ കുറിച്ചിട്ടും ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി കോളേജ്, സ്കൂൾസ്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ
റിക്രൂട്ടിംഗ് ഏജൻസീസ് നമ്മൾ കോളേജുകളിൽ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വന്ന് അവിടെ നിന്ന് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ബ്ലൂ കോളർ ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അത്യാവശ്യം എഫേർട്ടും കാര്യങ്ങളൊക്കെ വേണ്ട ജോബ് അല്ലെങ്കിൽ കാഷ്വൽ ലേബേഴ്സിനൊക്കെയാണ് നമ്മൾ ബ്ലൂ കോളർ ജോബ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ ജോബുകൾ. വൈറ്റ് കോളർ ജോബ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ആണ് വൈറ്റ് കോളർ ജോബ്. ആൻഡ് മാനേജറിയൽ പേഴ്സൺസിനെയൊക്കെ നമ്മൾ ഈ ഒരു കോളേജിൽ നിന്ന് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് ആണ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഓർ റിക്രൂട്ടിംഗ് ഫാം ഓർ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേംസ് എന്ന് വെച്ചാൽ they keep entire information record about employed executives. എംപ്ലോയിഡ് എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചിട്ട് നല്ല രീതിയിലുള്ള റെക്കോർഡ്സും കാര്യങ്ങളും ഈ ഫേംസ് കയ്യിലുണ്ടാവും. These consulting firms suggested highly competent individual for managerial and marketing and production engineer post. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എംപ്ലോയിഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡും കാര്യങ്ങളും ഈ ഏജൻസീസിന്റെ കയ്യിലുണ്ടാവും. എന്നിട്ട് നമ്മൾ പറയും നമുക്ക് ഇങ്ങനെ ഒരു മാനേജറിയൽ പേഴ്സണെ വേണം, മാർക്കറ്റിംഗ് മാനേജറിനെ വേണം എന്ന് പറയുമ്പോൾ ഏത് വ്യക്തിയായിരിക്കും അതിന് ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തും. അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവരുടെ കയ്യിൽ എല്ലാ എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടാവും. ഇനി ട്രേഡ് യൂണിയൻ അല്ലെ, ട്രേഡ് യൂണിയൻ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമാണ്. സംടൈംസ് ട്രേഡ് യൂണിയൻ എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും അവരുടെ ഫേവറബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ട്രേഡ് യൂണിയൻ എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. അപ്പോ മിക്ക ഓർഗനൈസേഷനും കമ്പൽസറി ട്രേഡ് യൂണിയൻസിന്റെ റിക്വസ്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാലോ ട്രേഡ് യൂണിയൻസും നമ്മുടെ എന്താ പറയാ കമ്പനീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ കമ്പൽസറി നമ്മൾ ആ കാൻഡിഡേറ്റ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും. ട്രേഡ് യൂണിയൻ ഓഫർ മാനുവൽ ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് ഇൻ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി. ഇൻ എ ഫ്യൂ ഓർഗനൈസേഷൻ formal agreements are made to give priority to the candidates recommended by the trade unions during the recruitment process. അപ്പോൾ ട്രേഡ് യൂണിയൻസ് ഓഫർ ചെയ്യുന്ന സ്കിൽഡ് ആൻഡ് മാനുവൽ വർക്കേഴ്സിനെ നമ്മൾ കമ്പൽസറി എന്ത് ചെയ്യേണ്ടി വരും, റിക്രൂട്ട് ചെയ്യേണ്ടി വരും. അത് അവരും ട്രേഡ് യൂണിയനും ഓർഗനൈസേഷനും തമ്മിലുള്ള ഫോർമൽ എഗ്രിമെന്റിന്റെ ബേസിലായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി കാഷ്വൽ ലേബേഴ്സ് ഓർ ആപ്ലിക്കൻസ് അറ്റ് ഗേറ്റ്. ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആപ്ലിക്കൻസ് അറ്റ് ഗേറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെയിലി വേജ് ബേസിലാണ് ആപ്ലിക്കൻസ് അറ്റ് കാഷ്വൽ ലേബേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു കമ്പനിയുടെ ഫ്രണ്ടില് മോർണിംഗ് തന്നെ ഒത്തിരി വർക്കേഴ്സ് എന്തെങ്കിലും കൂട്ടം കൂടി നിൽക്കും. അന്ന് ആ ഒരു സൂപ്പർവൈസർ വന്നിട്ട് അവർക്ക് വേണ്ട കാഷ്വൽ ലേബേഴ്സിനെ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു 10 പേരെ സെലക്ട് ചെയ്തു, ബാക്കി എല്ലാവർക്കും ബാക്കിയുള്ളവരൊക്കെ ജോലി ഉണ്ടാവില്ല. ആ 10 പേരെ മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യും, ഫാക്ടറിയുടെ അകത്തേക്ക് എൻ്റർ ആവും. അവർക്ക് അന്നത്തെ ദിവസം ഫാക്ടറിയിൽ വർക്ക് ചെയ്യാനായിട്ട് അലൗ ചെയ്യും. എന്നാണ് ആപ്ലിക്കൻസ് അറ്റ് ഗേറ്റ്. ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഗേറ്റിന്റെ പുറത്ത് വെച്ച് തന്നെ കണ്ടക്ട് ചെയ്തിട്ട് ഒരു ആപ്ലിക്കൻസിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് വർക്ക് കൊടുക്കും. ഇത് മെയിൻ ആയിട്ട് ബ്ലൂ കോളർ ജോബ് ചെയ്യുന്ന സമയത്താണ് കാഷ്വൽ ലേബേഴ്സ് ഓർ ആപ്ലിക്കൻസ് അറ്റ് ഗേറ്റ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മെനി ഇൻഡസ്ട്രീസ് ആർ ഡിപ്പെൻഡ്സ് ഓൺ കാഷ്വൽ ലേബേഴ്സ് who daily marks his presence on factory gate or employment office. Employment office in the ഫ്രണ്ടിലോ ഫാക്ടറി ഗേറ്റിലോ ഡെയിലി ബേസിൽ ഇവർ വന്ന് നിൽക്കും. ഇവര് നമ്മൾ എന്ത് ചെയ്യും, കമ്പനിയിൽ നിന്ന് സൂപ്പർവൈസർ വരെ അവർക്ക് വേണ്ട എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യും. അവർ ഈവനിങ് ആകുമ്പോൾ ആ സാലറി കൊടുക്കുന്നു. ആ ഒരു റിലേഷൻ അവിടെ വെച്ച് എന്ത് ചെയ്തു, ബ്രേക്ക് ആയി. കാരണം ഇങ്ങനെ കാഷ്വൽ ലേബേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി വേജിലാണ് അവർ സെലക്ട് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോ അന്നത്തെ കൂലി മാത്രം നമ്മൾ കൊടുത്താൽ മതി, മറ്റ് അനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കാഷ്വൽ ലേബേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് മോസ്റ്റ് കോമൺലി കണ്ടുവരുന്ന ഒരു മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് കാഷ്വൽ ലേബേഴ്സ്. അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻസ്. അടുത്ത പോയിന്റ് ആണ്, ബോൾഡ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻസ്. There are certain job posts for which small number of candidates apply. ചില ജോബുകളിലേക്ക്
കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അപ്ലൈ ചെയ്യുള്ളൂ. കാരണം മേ ബി ആ റിസ്ക് ഫാക്ടർ ഒക്കെ കാരണമാകാം കുറച്ച് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് മാത്രമേ ആ ഒരു ജോബിലേക്ക് എന്ത് ചെയ്യുള്ളൂ, അപ്ലൈ ചെയ്യുള്ളൂ. ഇൻ സച്ച് കേസ് ദ ഓർഗനൈസേഷൻ ക്യാൻ സെർച്ച് application form of those candidates who have approached the organization for the vacancies available by their own effort. അപ്പോൾ അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് നേരിട്ട് ഈ ഒരു ജോബ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആ ആപ്ലിക്കൻസിനെ കണ്ടെത്തി അവർക്ക് ജോബ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കുറച്ച് നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ എണ്ണം വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. മെയിൻ ആയിട്ട് ഹൈലി റിസ്ക് ആയിട്ടുള്ള ജോബുകൾ ഉണ്ടാവും അല്ലേ, നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, വളരെ വലിയ എമൗണ്ടും സാലറി ഒക്കെ ആയിരിക്കും. ബട്ട് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും റിസ്ക് ഉള്ള ജോബ് ആയതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കുറവായിരിക്കും, അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കുറവായിരിക്കും. Voluntary organization ആണ്. These organizations such as private clubs, social organizations might also supply employees who are physically handicapped, widows or married women, aged persons, retired persons, peoples, etc. ഈ വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന്റെ അസോസിയേഷൻ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ, വിഡോസ്, മാരീഡ് വുമൻസ്, ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ്, റിട്ടയർഡ് പേഴ്സൺസ്. ഈ വോളണ്ടറി ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യും, അവർക്ക് എംപ്ലോയീസിന് എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. ആ ഒരു ഓർഗനൈസേഷന് വേണ്ട എംപ്ലോയീസിന് സപ്ലൈ ചെയ്യും. കൊച്ചിയില് മെട്രോ വന്ന ഇത് ഓർമ്മയുണ്ടോ? കൊച്ചി മെട്രോ വന്ന സമയത്ത് കുടുംബശ്രീയിൽ നിന്ന് ഒരുപാട് സ്ത്രീകളെ ആ ഒരു ഓർഗനൈസേഷൻ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അത്? കുടുംബശ്രീ വഴി കൊച്ചി മെട്രോയിൽ ജോലി, ഓർമ്മയുണ്ടോ അത്? അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ മെട്രോ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ വന്ന സമയത്ത് അവിടെ മറ്റ് സ്റ്റാഫുകളായതുകൊണ്ട് എത്ര കിട്ടും അതിന്? മ്യൂട്ട് ആവാം കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് എന്താ പറയാ, മാരീഡ് ആയിട്ടുള്ള വുമൻസും കാര്യങ്ങളൊക്കെയാണ് കുടുംബശ്രീയിലുള്ളത്. അവരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വോളണ്ടറി ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് റിക്രൂട്ട്മെന്റും പർപ്പസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തത്. നെക്സ്റ്റ് ആണ് കമ്പ്യൂട്ടർ ഡാറ്റ ബാങ്ക്സ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് when a computer needs to specific types of employee, job description, job specification are upload into a computer where they are matched with the resume data stored in. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ആ ഒരു മാച്ച് ആകുന്ന ആ ഒരു ജോബായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മാച്ച് ആകുന്ന ജോബ് കാണുമ്പോൾ അവർ നമുക്ക് എന്ത് ചെയ്യും, റിക്വസ്റ്റ് ആയിരിക്കും. മാച്ച്ഡ് ആയിട്ടുള്ള പ്രൊഫൈൽ കാണുമ്പോൾ നമുക്ക് റിക്വസ്റ്റ് വരും. നമ്മളൊരു ഇന്റർവ്യൂവിനും കാര്യങ്ങൾക്കും വിളിക്കുക ചെയ്യാറുണ്ട്. നമ്മൾ ഒരുപാട് ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട് അല്ലെ, ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാറില്ലേ, നൗകരി, പിന്നെ ഒരുപാട് വെബ്സൈറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് മാച്ച് ആവുന്ന പ്രൊഫൈൽസ് അനുസരിച്ച് നമ്മൾ ആ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി റീഡ് ചെയ്തതാണ്. അത് മുകളിലായിട്ട് നമ്മൾ റീഡ് ചെയ്തേട്ടാ ഉണ്ട് കഴിഞ്ഞിട്ട് അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻസ്. അപ്പോ തേർഡ് പാർട്ടി റിക്രൂട്ട് മെത്തേഡ്സ് ആണ് നമ്മളിപ്പോ ഇന്ന് നോക്കിയത്. അതൊന്ന് വേഗം റീഡ് ചെയ്ത് നോക്കി. തേർഡ് പാർട്ടി മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. മാം ഇതൊന്നും കൂടെ സബായിട്ടൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് കയറിയപ്പോഴത്തേനെ കിട്ടിയില്ല കേട്ടോ, അതായിരുന്നു. നമുക്ക് തേർഡ് പാർട്ടി മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, സ്കൂൾ ആൻഡ് കോളേജ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. ഇത് മൂന്നും ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് പുതുതായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഓർഗനൈസേഷനിൽ നിന്ന്
റിക്രൂട്ടിംഗ് ഫേംസുകൾ ഉണ്ടാവും. അവര് കുറച്ച് ഡാറ്റാസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഓരോ എംപ്ലോയീസിനെ കുറിച്ചിട്ടും ഡാറ്റാസും കാര്യങ്ങളും അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു ഏജൻസിനെ ഓർഗനൈസേഷൻ ആ ഒരു ഏജൻസിനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും മാച്ച് ആയിട്ടുള്ള പ്രൊഫൈൽ അല്ലെങ്കിൽ വ്യക്തിയെ നമുക്ക് ആ ഒരു വ്യക്തിനെ നമുക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റും. ട്രേഡ് യൂണിയൻസ് എന്ന് പറയുമ്പോൾ ട്രേഡ് യൂണിയൻ സജസ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസിന് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. കാഷ്വൽ ലേബേഴ്സ് ഓർ ആപ്ലിക്കൻസ് അറ്റ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറി ഗേറ്റിന് പുറത്ത് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫീസിന്റെ പുറത്ത് ഡെയിലി ബേസിൽ കുറച്ച് എംപ്ലോയീസ് വന്ന് നിൽക്കും. രാവിലെ തന്നെ അപ്പൊ സൂപ്പർവൈസർ അവർക്ക് വേണ്ട നമ്പർ ഓഫ് എംപ്ലോയീസിന് ആ ഒരു എംപ്ലോയീസിൽ നിന്ന് സെലക്ട് ചെയ്യും. അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ജോബുകളിലേക്ക് സ്മോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അപ്ലൈ ചെയ്യുള്ളൂ. മേ ബി ആ ഒരു ജോബിന്റെ റിസ്ക്കും കാര്യങ്ങളും കാരണമാക്കാം. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഓർഗനൈസേഷൻ ഈ ഒരു ആപ്ലിക്കൻസിനെ തന്നെ എന്ത് ചെയ്യും, സെർച്ച് ചെയ്ത് നമ്മൾ അവരുടെ എഫേർട്ടിൽ വന്ന് അവരങ്ങോട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ആപ്ലിക്കൻസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യും. വോളണ്ടറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓർഗനൈസേഷൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യും. അതിന് എക്സാമ്പിൾ പറഞ്ഞത് കൊച്ചി മെട്രോന്റെ കേസാണ്. കൊച്ചി മെട്രോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുടുംബശ്രീയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ ഡാറ്റ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നൗകരി പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റ്സിൽ നമ്മളുടെ ഡാറ്റാസും സിവിയും കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും മാച്ച് ആയിട്ടുള്ള പ്രൊഫൈല്, ജോബിന്റെ കാര്യങ്ങൾ, ജോബ് നമുക്ക് ഏറ്റവും മാച്ച് ആയിട്ടുള്ള പ്രൊഫൈലും കാര്യങ്ങളും ഏത് ജോബിനോടാണോ മാച്ച് ആവുന്നത് അതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, ഇന്റർവ്യൂ കോളും കാര്യങ്ങളൊക്കെ വരും. നമുക്കത് മാച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നത് അവര് നേരിട്ട് എന്ത് ചെയ്യും, നമ്മളോട് കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എല്ലാരും റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. റീഡ് ചെയ്തോ? ഇനി എക്സ്റ്റേണൽ സോഴ്സിന്റെ മെറിറ്റ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ബൈ ചോയ്സ് തന്നെയാണ് എക്സ്റ്റേണൽ സോഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള മെറിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഹ്യൂജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസിന് അവൈലബിൾ ആയിരിക്കും. ഇന്റേണലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള എംപ്ലോയീസിനെ തന്നെ നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടത് വരും. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഒരുപാട് എംപ്ലോയീസ്, പുറത്തു നിന്നുള്ള ഒരുപാട് എംപ്ലോയീസിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടും. ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്, പുറത്തുനിന്നുള്ള പുതിയ അത്യാവശ്യം നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് സ്കിൽസ് നോളജ് ഉള്ള എംപ്ലോയീസിനെ, ഫ്രഷ് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റും. മോട്ടിവേഷണൽ ഫോഴ്സ് ആണ് എന്ന് പറയാൻ കാരണം ഇന്റേണൽ എംപ്ലോയീസ് ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ പുറത്തുനിന്നുള്ള എംപ്ലോയീസിനെ ഇവർ റിക്രൂട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ അത് കുറച്ചുകൂടി മോട്ടിവേഷണൽ ആകും. ലോങ് ടൈം ബെനിഫിറ്റ്സ്, നമ്മള് ഒരു പുതിയൊരു എംപ്ലോയി അല്ലെങ്കിൽ നല്ല കോമ്പറ്റന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടി പുതിയ ഐഡിയാസും എന്നുവെച്ചാൽ കുറച്ച് ഒരു ഫ്രഷറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. ഫോഴ്സ് കുറച്ചും കൂടി നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും അദ്ദേഹം കാഴ്ചവെക്കുന്നത്. നമുക്ക് നോക്കാം മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ബൈ ചോയ്സ്. ഓർഗനൈസേഷൻ ക്യാൻ freely choose the candidates from a huge pool of applicants. നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്. Peoples with the unused skill and knowledge can be selected to energize the present employee and incorporate creative method of working. അപ്പൊ നമുക്ക് നല്ല ഫ്രഷ് എംപ്ലോയീസിനെ, നല്ല ഫ്രഷ് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പനിയിലേക്ക്
സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി ക്രിയേറ്റീവ് ആയിട്ടുള്ള മെത്തേഡിലൂടെ അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്. ഇന്റേണൽ എംപ്ലോയീസ് ആർ എൻകറേജ് ടു വർക്ക് ഹാർഡ്. നമ്മുടെ ഒരു പുറത്തുനിന്നൊരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റേണൽ എംപ്ലോയീസ് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം എന്താണ്, മേ ബി നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളെ റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ ഇന്റേണൽ എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ആൻഡ് കോമ്പീറ്റ് വിത്ത് എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സ് ഇൻ സെർച്ച് ഓഫ് കരിയർ ഗ്രോത്ത്. അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടും കരിയർ ഗ്രോത്തിന്റെ ഭാഗമായിട്ടും അവർ നല്ല രീതിയിൽ എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. A highly competitive environment like this would assist an employee to work to the best of his ability as he can. അപ്പോൾ ഇങ്ങനെ നല്ല കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് ആണെങ്കിൽ ഒരു എംപ്ലോയിക്ക് നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റും. അതുവഴി അദ്ദേഹത്തിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും അക്യൂർ ചെയ്യാൻ പറ്റും. ലോങ് ടേം ബെനിഫിറ്റ്സ്. ഇഫ് എ കോമ്പറ്റന്റ് ഇൻഡിവിജ്വൽ വിൽ ജോയിൻ ദ ഓർഗനൈസേഷൻ. നല്ല കപ്പാസിറ്റി നല്ല കോമ്പറ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ദേ ക്യാൻ ജനറേറ്റ് ന്യൂ ഐഡിയ. നമ്മൾ പറയില്ലേ, ഒരു ഫ്രഷർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ന്യൂ ഐഡിയാസും കാര്യങ്ങളും ഉണ്ടാവും. ദിസ് ക്യാൻ ക്രിയേറ്റ് എ കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ. ഇത് ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. വിച്ച് വിൽ ഫോഴ്സ് എംപ്ലോയി ടു ഗീവ് ഔട്ട് ഓഫ് ബെസ്റ്റ്. അപ്പോ ഇത് എന്തിന് കാരണമാകുന്നു? ഓരോ എംപ്ലോയീസും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കാനായിട്ട് കാരണമാകുന്നു. അതുവഴി ആൻഡ് ബെനിഫിറ്റ്സ് ആൻഡ് ഗെറ്റ് പ്രൊമോഷൻ. അതുവഴി ബെനിഫിറ്റ്സും പ്രൊമോഷൻസും കിട്ടാനായിട്ട് അർഹതപ്പെടുന്നു. മെറിറ്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും റീഡ് ചെയ്തോ? മെറിറ്റ്സ് മനസ്സിലായോ? ഇനി ഡിമെറിറ്റ്സ് ഉണ്ട്. നമുക്ക് എക്സ്റ്റേണൽ സോഴ്സിന് മെറിറ്റ്സ് മാത്രമല്ല 3 ഡിമെറിറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് എക്സ്പെൻസീവ് ആണ്, അല്ലെ? നമ്മളൊരു എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഹയറിംഗ് കോസ്റ്റ്, ഓരോ കാര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചെലവ് വരും. റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തിക്ക്, റിക്രൂട്ടർക്ക്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ, സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് ആവശ്യമായിട്ട് വരും. യൂസിങ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് നോട്ട് ഈസി. ഹയറിംഗ് കോസ്റ്റ് മേ ഇൻക്രീസ് സിഗ്നിഫിക്കൻറ്റ്ലി. അപ്പൊ നമുക്ക് ഹയർ ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ സോഴ്സ് എക്സ്പെൻസീവ് ആണ് എന്ന് പറയാൻ കാരണം. ദെൻ ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ട ഒരു വേക്കൻസി ആണെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കണം? എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ അഡ്വർടൈസ്മെന്റ്, സ്ക്രീനിങ്, ടെസ്റ്റിംഗ്, സെലക്ടിംഗ് ദ റൈറ്റ് എംപ്ലോയി ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഇനിയിപ്പോ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കിട്ടിയില്ല, നമ്മൾ വീണ്ടും ഈ ഒരു പ്രൊസീജിയർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദ ഹോൾ പ്രൊസീജിയർ നീഡഡ് ടു റിപ്പീറ്റ് ഇഫ് ദ റൈറ്റ് കാൻഡിഡേറ്റ്സ് ഇസ് നോട്ട് ഫൗണ്ട്. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കിട്ടാത്ത പക്ഷം നമ്മൾ ഈ ഒരു പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഡിമോട്ടിവേറ്റിംഗ് ആണ് എന്ന് പറയുന്നവരുണ്ട്. കാരണം present employee who have give a lot of time in their service and may oppose the process of recruiting vacancy from the outside organization. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ അർഹതപ്പെട്ട ഒരു വ്യക്തി സ്ഥാപനത്തിൽ നിൽക്കെ പുറത്തുനിന്ന് ഒരു എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അത് ഡീമോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. The feeling that their service has not been valued by the organization. നമ്മുടെ സർവീസ് ഓർഗനൈസേഷൻ വാല്യൂ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും എംപ്ലോയീസിന് ഉണ്ടാവുക. Demotivates them and they start losing interest in performing the job. അവരെ പിന്നീട് അവരുടെ ആ ജോബ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. Uncertainty, one of the main
ഡ്രോബാക്ക് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ചിലപ്പോൾ നല്ല സ്മാർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിനെ ആയിരിക്കുമല്ലോ റിക്രൂട്ട് ചെയ്യുന്നത്. സെലക്ഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്ത ഒരു വ്യക്തിനെ ആയിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷേ മേ ബി അദ്ദേഹത്തിന് തിയററ്റിക്കൽ നോളജ് കൂടുതലായിരിക്കും, പ്രാക്ടിക്കൽ നോളജ് കുറവായിരിക്കും. സോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല ആ ഒരു കാൻഡിഡേറ്റ്സ് കറക്റ്റ് ആണ്, റൈറ്റ് ഫിറ്റ് ആണ്, ഇത് നമുക്ക് ഉറപ്പ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. There is an unnecessary that the organization will be able to hire right candidates. നമുക്കൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അദ്ദേഹം വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു അൺസർട്ടനിറ്റി മാറുള്ളൂ. It may end up with hiring unsuitable candidates who may not be able to adjust into new settings. Unsuitable ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ മേ ബി നമ്മൾ ഹയർ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു ന്യൂ സെറ്റിംഗ്സിലേക്ക് ചിലപ്പോൾ അവര് ആക്ട് ആവണമെന്നില്ല. മേ ബി നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ ഇഷ്ടമാവാതെ അവർ ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതെല്ലാം എക്സ്റ്റേണൽ സോഴ്സിന്റെ എന്താണ് ഡീമെറിറ്റ്സ് ആണ്. എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, പ്രസന്റ് എംപ്ലോയീസിനെ ഡീമോട്ടിവേറ്റ് ചെയ്യും. എക്സ്റ്റേണൽ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പ്രവർത്തനക്ഷമതയിൽ നമുക്ക് അൺസർട്ടനിറ്റി ആണ്, അൺസർട്ടൺ ആണ്. ഒന്ന് വായിച്ചേ merits of external sources. എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, ക്ലിയർ ആണോ ടോപ്പിക്? എന്തൊക്കെയായിരുന്നു റിക്രൂട്ട്മെന്റ് സോഴ്സ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. നമ്മൾ ഇന്റേണൽ സോഴ്സ് നോക്കി, എക്സ്റ്റേണൽ സോഴ്സ് നോക്കി, രണ്ടിന്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കി. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റിന് എന്തെല്ലാം ഇമ്പോർട്ടൻസ് ആണുള്ളത്? ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിൻ ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. നമുക്ക് ഇപ്പോഴത്തെയും ഭാവിയിൽ വരാൻ പോകുന്ന റിക്വയർമെന്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇൻവോൾവ്സ് ആൻഡ് ഐഡന്റിഫൈങ് and preparing potential job applicants for higher job position. നമുക്ക് higher job positionലേക്ക് potential ആയിട്ടുള്ള job applicants-നെ identify ചെയ്യാനായിട്ട് പറ്റും. It is a significant for every organization to find out the existing and future needs of the organization as per the human resource planning and job evaluation task. അപ്പൊ നമുക്ക് ഇത് എന്ത് സിഗ്നിഫിക്കൻസ് ചെയ്യുന്നു? എല്ലാ ഓർഗനൈസേഷനും അവരുടെ എക്സിസ്റ്റിംഗ് നിലവിലുള്ള വേക്കൻസീസ്, അതേപോലെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ട് വേണ്ട നീഡ്സും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. ഭാവിയിൽ നമുക്ക് എന്തെല്ലാം ജോബുകളാണ് ഓർഗനൈസേഷനിൽ വരാൻ പോകുന്നത്, അതിന് ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തികൾ വേണം, ജോബ് ഡിസ്ക്രിപ്ഷൻ ഉള്ള വ്യക്തികളായിരിക്കണം, എന്തൊക്കെ ജോബ് സ്പെസിഫിക്കേഷൻ ആണ് വേണ്ടത് എന്നതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഓർഗനൈസേഷൻ കിട്ടും. അപ്പൊ ഇപ്പോഴത്തെയും ഭാവിയിൽ വരാൻ പോകുന്ന വേക്കൻസീസിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ജോബ്സ് ആണ്, അതിന് വേണ്ട ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ക്രിയേറ്റ് ആൻഡ് ഇൻക്രീസ് ആപ്ലിക്കൻസ് പൂൾസ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാല് എത്ര നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടും, അതാണ്. എത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കിട്ടുന്നു അത്രയും നല്ലതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ. Recruitment develop a pool of talented candidates to facilitate the selection of most suitable candidate for the organization. നമ്മൾ എത്ര മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടുന്നു അതിൽ നിന്ന് നമുക്ക് ഒരു മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. It helps to gather an appropriate number of
acceptable applicants for each job position. അപ്പോൾ നമ്മൾ appropriate number of applicationsന്റെ numbers ഉണ്ടാവും. ഓരോ job positionനും എത്ര number of applicantsന് കിട്ടുന്നു അത്രയും നല്ലതാണ്. അറ്റ് മിനിമം കോസ്റ്റ്, ചെലവ് കുറഞ്ഞ രീതിയിൽ എത്ര number of applications കിട്ടുന്നു അതാണ് ഓർഗനൈസേഷന്റെ one of the main important recruitment സംബന്ധിച്ച്. It has been observed that worth of selection to an organization rise with the increase in pool of potential candidates. നമുക്ക് നല്ല രീതിയിൽ ഒരു സെലക്ഷൻ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് മാത്രമേ നമുക്ക് നല്ലൊരു സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് എംപ്ലോയിനെ കണ്ടെത്തുക എന്നാണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടോ അതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യാം. In fact, large group of qualified applicants indicate that there are more suitable applicants available for vacant job position. ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതെന്താണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട് ഈ ഒരു വേക്കന്റ് പൊസിഷൻ ലേക്ക് നമുക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഒരുപാട് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. A selection program therefore has an extent possibility of recognizing only well qualified individuals. നമുക്ക് ഒരു സെലക്ഷൻ പ്രോഗ്രാം നല്ല രീതിയിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം. On other hand, if the recruitment program attract a small number of applicants, നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിലേക്ക് കുറച്ച് ആപ്ലിക്കൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളെങ്കിൽ in comparison to number of available position, then a situation of repeating the entire recruitment process may occur. നമുക്കിപ്പോ റിക്രൂട്ട് ചെയ്യാനായിട്ട് 5 ജോബ് പൊസിഷൻസ് ഉണ്ട്. നമുക്ക് വേക്കന്റ് ആയിട്ട് 5 പൊസിഷൻ ഉണ്ട്. പക്ഷെ ആപ്ലിക്കൻസിന്റെ നമ്പർ 3 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ നമ്മൾ വീണ്ടും ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നതായിട്ട് വരും. വീണ്ടും കണ്ടക്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിക്രൂട്ട്മെന്റ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ നമ്മൾ പറഞ്ഞത് determine present and future requirements ആണ് റിക്രൂട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെയും ഭാവിയിലും വരാനിരിക്കുന്ന റിക്രൂട്ട്മെന്റിനെ കുറിച്ചിട്ട്, റിക്രൂട്ട്മെന്റ് നീഡ്സിനെ കുറിച്ചിട്ട് ധാരണ ഉണ്ടാവും. അപ്പൊ ഏത് ടൈപ്പ് ജോബിന് ഏത് വ്യക്തി വേണം, എന്ത് ജോബ് ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും വേണം എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടാവും. മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സെലക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് മേ ബി നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വീണ്ടും കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്ന് റീഡ് ചെയ്ത് തരാം 2 പോയിന്റും. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇൻക്രീസ് ദ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ. നല്ല ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കൻസിന് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ബൈ ലോവറിംഗ് ദ പെർസെന്റേജ് ഓഫ് ആപ്ലിക്കന്റ് who are either less qualified or who have the undeserved KSA knowledge, skill and ability for the recruiting organization, recruitment increase success rate of the selection process. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാഫ് ടൈം, മെറ്റീരിയൽ, ഫിസിക്കൽ ഫെസിലിറ്റീസ് ആർ നീഡഡ് ബൈ ദിസ് കൈൻഡ് ഓഫ് പ്രോസസ്സിംഗ്. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്രൂട്ടിംഗ് സ്റ്റാഫിന് ടൈം വേണം, അതിന് വേണ്ട മെറ്റീരിയൽസ്,
ഫിസിക്കൽ ഫെസിലിറ്റീസും കാര്യങ്ങളും ആവശ്യമാണ്. ഇഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാംസ് ബ്രിങ് ദ ആപ്ലിക്കന്റ് who do not match the requirements of the vacant job position, the result can be terrible. ഇനിയിപ്പോ സപ്പോസ് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം കണ്ടെത്തിയ ആപ്ലിക്കൻസ് നമ്മുടെ വേക്കന്റ് പൊസിഷന് മാച്ച് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് എങ്ങനെയായിരിക്കും? ടെറബിൾ ആയിരിക്കും. കാരണം മോശമായിരിക്കും. കാരണം നമ്മുടെ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ നമ്മളുടെ വർക്കിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ബാഡ് ആയിട്ടായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. The expense done on evaluating inappropriate candidates can go in vain. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്ന ചെലവുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമാകും. ആ ഒരു എക്സ്പെൻസ് നമ്മൾക്ക് നഷ്ടമായിട്ട് മാറും. Moreover, the extra time required for determining human resource recruitment and selection increase the organizational expense as well. അതേപോലെ നമ്മൾ കൂടുതൽ ടൈം റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനും സെലക്ഷനും കൂടുതൽ ടൈം വരാണെങ്കിൽ അത് ഓർഗനൈസേഷൻ എക്സ്പെൻസ് കൂടാനായിട്ട് ചാൻസ് ആവും. നമ്മൾ പറഞ്ഞത് തേർഡ് പോയിന്റ് ആണ്, ഇൻക്രീസ് ദ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ. നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വ്യക്തിനെ നമുക്ക് സെലക്ട് ചെയ്താൽ മതി. നമ്മളുടെ ജോബിന് വേണ്ട സ്കിൽസും നോളജും എബിലിറ്റിയും അനുസരിച്ച് നമുക്ക് ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്താൽ മതി. നമ്മൾ സപ്പോസ് നമ്മൾ റിക്രൂട്ട് ചെയ്ത വ്യക്തി ആ ഒരു വേക്കന്റ് പൊസിഷന് മാച്ച് അല്ലാത്ത പക്ഷം അത് നമ്മളെ ബാഡ് ആയിട്ട് എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. മേ ബി അത് നമ്മളെ ബാഡ് ആയിട്ട് എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസീവും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? വീണ്ടും നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് വരും. Meet the organization obligation. The objectives of recruitment is to meet the organization legal and social obligation concerning the demographic composition of the of its workers. ഇനി നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാന്നുള്ളതാണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ലീഗൽ ആൻഡ് സോഷ്യൽ ഒബ്ലിഗേഷൻസ്, ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ജനസംഖ്യ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിന്റെ ആ ഒരു കോമ്പോസിഷനെയാണ് വരുന്നത്. ആൻഡ് ഓർഗനൈസേഷൻ കംപ്ലൈ വിത്ത് വേരിയസ് ലോ directive has frequently been judged by the demographic features of those recruited and selected. The demographic features of selected candidates are directly proportional to the features of the applicant pool. If the recruitment program failed to provide free pool of applicants, then it is quite apparent that the selection program will not be able to fulfill the required set of skilled personnel. Suppose ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. ചില സമയങ്ങളിൽ ചില പോസ്റ്റിലേക്ക് ചില വ്യക്തികളെ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന കാറ്റഗറിയിൽ നിന്നുള്ള വ്യക്തികളെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുണ്ട്. PSC എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചില പോസ്റ്റ് ചില കാറ്റഗറീസിന് ഡിസേർവ്ഡ് ആണ് അല്ലെ? ചില കാറ്റഗറീസ് എന്നുള്ള എംപ്ലോയീസിന് റിസർവ്ഡ് ആണ് അല്ലെ? ചില പോസ്റ്റിലേക്ക് ആ ഒരു കാറ്റഗറീസിന് മാത്രമേ എന്ത് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ എക്സ് സർവീസ്മാൻ, മേ ബി ചില കാസ്റ്റുകൾക്ക് ആ ഒരു പോസ്റ്റിൽ മാത്രമാണ്. അതൊരു പരിധിവരെ നല്ലതാണ്, അവർക്ക് ജോബും കാര്യങ്ങളൊക്കെ കിട്ടും. മേ ബി ആ ഒരു ജോബ് ചെയ്യാനായിട്ട് അവർക്ക് മേ ബി സ്കിൽസോ കാര്യങ്ങളോ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ വീണ്ടും എക്സ്പെൻസും കാര്യങ്ങളും ഇൻകർ ചെയ്യേണ്ടി വരും. എക്സ്ട്രാ ടൈമും ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ അവർ നമുക്ക് എഫക്റ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളുടെ വേരിയസ് ലോസ് പറയുന്നതാവും ഇന്നൊരു പോസ്റ്റിലേക്ക് ഇന്ന വ്യക്തിനെ മാത്രമേ റിക്രൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. സോ നമ്മൾ കമ്പൽസറി ആയിട്ട് ആ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ആ ഒരു ഇതിൽ നിന്ന് തന്നെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ സെലക്ട് ചെയ്യുന്നതായിട്ട് വരും. Then it is quite apparent that selection program will not able to fulfill required set of skilled personnel. നമുക്ക് ആ സ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് സ്കിൽഡ് പേഴ്സണൽസിന് കിട്ടണമെന്നില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വ്യക്തിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. മേ ബി പിന്നീട് നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും കമ്പനിയെ സംബന്ധിച്ച്. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഇൻക്രീസ് ദ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ, മീറ്റ് ദ ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻ.
റീഡ് ചെയ്തോ? നെക്സ്റ്റ് ആണ് increase and evaluate effectiveness. The present as well as future effectiveness of an individual and the organization get increased due to recruitment. നമുക്ക് ഫ്യൂച്ചർ അതേപോലെ തന്നെ പ്രസന്റ് എഫക്റ്റീവ്നെസ് ഓരോ ഇൻഡിവിജ്വൽസിന്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും ഈ റിക്രൂട്ട്മെന്റിലൂടെ തന്നെ. അതേപോലെ തന്നെ നമുക്ക് ന്യൂ മെത്തേഡ് ഓഫ് റിക്രൂട്ടിംഗ് മെത്തേഡ്സ്, സോഴ്സ് ഓഫ് ജോബ് ആപ്ലിക്കൻസിനെ കുറിച്ചിട്ടുള്ള ഏകദേശ ധാരണയൊക്കെ നമുക്ക് ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഓൾസോ അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ആൻ വെറൈറ്റി ഓഫ് റിക്രൂട്ട്മെന്റ് മെത്തേഡ്. അപ്പൊ നമുക്ക് നല്ല ഒരുപാട് എഫക്റ്റീവ് മെത്തേഡ്സ്, റിക്രൂട്ടിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ സോഴ്സ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് ജോബ് ആപ്ലിക്കൻസ്, എല്ലാ ടൈപ്പ് ജോബ് ആപ്ലിക്കൻസിനെ കിട്ടുന്ന രീതിയിലുള്ള സോഴ്സും മെത്തേഡ്സും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി റെഡ്യൂസ്ഡ് ടേൺ ഓവർ ആണ് നമ്മൾ ഉദ്ദേശിക്കും. ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സെയിൽസ് ആണെന്ന്. ആ ടേൺ ഓവർ അല്ല, എംപ്ലോയീസ് ടേൺ ഓവർ ആണ്. എംപ്ലോയീസ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ കൊഴിഞ്ഞു പോക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വൺസ് റിക്രൂട്ടഡ് ആൻഡ് സെലക്ടഡ്, the recruitment process minimize the chance of the applicant will quit the organization in initial phase of the placement. പ്ലേസ്മെന്റിന് ശേഷം ആദ്യ സമയങ്ങളിൽ നമുക്ക് ജോബ് എന്ത് ചെയ്യാൻ പറ്റിയ ക്വിറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല രീതിയിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ദിസ് ഈസ് ഇൻ ടേൺ റിസൾട്ട് റിട്ടൻഷൻ ഓഫ് ദ പൊട്ടൻഷ്യൽ എംപ്ലോയി. ഇതെന്തിന് കാരണമാകുന്നു? നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ കമ്പനിയിൽ തന്നെ റിറ്റെയിൻ ചെയ്യാനായിട്ട് കാരണമാകുന്നു. ആ റെഡ്യൂസ്ഡ് ടേൺ ഓവറിന്റെ അടുത്ത് റെഡ്യൂസ്ഡ് എംപ്ലോയീസ് ടേൺ ഓവറിൽ എത്തിക്കും കേട്ടോ. പിന്നെ ആയാലും നിങ്ങളത് റീഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റെഡ്യൂസ്ഡ് എംപ്ലോയീസ് ടേൺ ഓവർ എന്ന് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഒരു പ്രാവശ്യം റിക്രൂട്ട്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്താണ്, ഈ ജോബ് ആപ്ലിക്കൻസിനെ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കും. നമുക്ക് എന്താ പറയുക, നോട്ടീസ് പീരീഡ് ഉണ്ടാവും 1 month. സാധാരണ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 month നോട്ടീസ് പീരീഡ് ആയിരിക്കും അല്ലെ. അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ് ഒക്കെ ചെയ്യുന്നത്. മേ ബി ആ ഒരു എംപ്ലോയി നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ നമ്മൾ നമ്മുടെ കമ്പനിയിൽ തന്നെ റിറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും, നിലനിർത്താനായിട്ട് അവർക്ക് വേണ്ട ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ കമ്പനിയിൽ തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കും. ഇനി റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു, നമുക്ക് വേണ്ട അത്രയും നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇനി എന്താ നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്? സെലക്ഷൻ ആണ്. ആ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിൽ നിന്ന്, ജോബ് ആപ്ലിക്കൻസിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യുക. നമ്മളുടെ ജോബ് പെർഫോം ചെയ്യാനായിട്ട് സ്കില്ലും നോളജും ഉള്ള എംപ്ലോയിനെ ആ ആപ്ലിക്കൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കന്റിനെ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കുകയാണ്, സെലക്ഷൻ. The concept of selection ആണ് നോക്കുന്നത്. Selection refers to the process in which individuals are selected from the list of job applicants, processing the required knowledge, skill for the job to performed in an organization. ആ ഓർഗനൈസേഷനിൽ ആ ജോബ് ചെയ്യാനായിട്ട് ആ നോളജും സ്കില്ലും ഉള്ള ജോബ് ആപ്ലിക്കൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യുന്നതാണ് സെലക്ഷൻ പ്രോസസ്സിൽ. Selection is the process which include various phases such as reviewing the applicants in order to check whether they are suitable for the job or not. Selection process-ലാണ് നമ്മൾ ഓരോ ആപ്ലിക്കൻസിനെ കുറിച്ചും റിവ്യൂ ചെയ്യുന്നത്. ആ ഒരു ജോബ് ചെയ്യാൻ അദ്ദേഹം സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യും? നോക്കും. Selecting the right one from the list of the applicants and rejecting the rest. നമ്മൾ അതിൽ നിന്ന് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ സെലക്ട് ചെയ്യും, ബാക്കിയുള്ളവർ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. Therefore, selection can be regarded as a negative process. അതുകൊണ്ടാണ് നമ്മൾ സെലക്ഷനെ ഒരു നെഗറ്റീവ് പ്രോസസ് ആയിട്ടാണ് കാണുന്നത്. റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രോസസ് ആണെങ്കിൽ സെലക്ഷൻ എങ്ങനെയാണ്? ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. Therefore, selection can be regarded as negative process in its application. Okay, as its main aim to reject as
many unsuitable individuals as possible. Unsuitable ആയിട്ടുള്ള സെലക്ഷന്റെ മെയിൻ എയിം എന്താണ്? അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുക, റിജക്ട് ചെയ്യുക എന്നതാണ് മെയിൻ എയിം. സോ ആസ് ടു ഗെറ്റ് റൈറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. എന്നാൽ മാത്രമാണ്, റിജക്ട് ചെയ്താൽ മാത്രമാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി സെലക്ഷന്റെ ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. അക്കോർഡിംഗ് ടു Schermerhorn and Hunt and Osborne, selection is a series of steps. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്. നമ്മൾ സെലക്ഷൻ പ്രോസസ് ഒക്കെ പിന്നീട് നോക്കും. ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്. ഫ്രം ഇനിഷ്യൽ ആപ്ലിക്കന്റ് സ്ക്രീനിങ് ടു ഫൈനൽ ഹയറിംഗ് ഓഫ് ആൻ എംപ്ലോയി. നമ്മൾ ഇനീഷ്യൽ ഒരു ആപ്ലിക്കേഷൻ സ്ക്രീനിങ് മുതൽ ഫൈനൽ സെലക്ഷൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ് എന്ത്, സെലക്ഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ടെറേറ്റ് നോക്ലിൻസി, selection is the process of making a higher or non-higher decision regarding each applicant for a job. അപ്പോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ ഹയർ ചെയ്യണോ ഹയർ ചെയ്യണ്ടേ എന്നുള്ള ഒരു ഡിസിഷനെ റിലേറ്റഡ് ആയിട്ടാണ് സെലക്ഷൻ വരുന്നത്. അക്കോർഡിംഗ് ടു സ്റ്റീവ് പി റോബിൻസ് ആൻഡ് മേരി കോൾട്ടർ, സെലക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സ്ക്രീനിങ് ദ ജോബ് ആപ്ലിക്കൻസ്. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ആണ്. നമുക്ക് ജോബ് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടാവും, അത് ഓരോ ആപ്ലിക്കേഷൻസും സ്ക്രീൻ ചെയ്യും ടു എൻഷുർ ദാറ്റ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ്സ് ആർ ഹയർഡ്. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് ആണ് അക്കോർഡിംഗ് ടു ഡാക് യോർഡർ, selection is the process by which candidates for the employment are divided into two classes. നമ്മൾ ഡോട്ട് എഡർ പറയുന്നത് നമ്മൾ രണ്ടായിട്ട് ഈ കാൻഡിഡേറ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ദോസ് ഹു വിൽ ഓഫേർഡ് എംപ്ലോയ്മെന്റ്, ആർക്കൊക്കെയാണ് ജോലി ഓഫർ ചെയ്യുന്നത്, ആൻഡ് ദോസ് ഹു വിൽ നോട്ട്, ആർക്കൊക്കെയാണ് ജോലി ഓഫർ ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആപ്ലിക്കൻസിനെ ഡിവൈഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ പറഞ്ഞു വന്നത് സെലക്ഷനെ കുറിച്ചിട്ടാണ്. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ബാക്കി റെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെയൊക്കെ റിജക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ് എന്ന് പറയാനായിട്ട് കാരണം. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള സെലക്ഷന്റെ മെയിൻ എയിം തന്നെ എന്താണ്, അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്യുക എന്നതാണ്. അതിൽ നിന്ന് റിജക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ നമുക്ക് കിട്ടും. ആ സെലക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. റീഡ് ചെയ്തോ? സെലക്ഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ.
അപ്പൊ താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.